നല്ല ചേല. അയ്യേ, നാണാവില്ല ഇങ്ങനെയൊക്കെ നിൽക്കാൻ. കൗസല്യ പറഞ്ഞത് നേരാ. ആള് ഭയങ്കരനാ. ഞാൻ വല്യമ്മയോട് പറഞ്ഞു കൊടുക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് കൗസല്യ വിശേഷം? ഓ, പാവങ്ങൾക്കൊക്കെ എന്ത് വിശേഷം? ഞങ്ങളെയൊക്കെ മറന്നില്ലേ? അതെന്താ കൗസല്യ അങ്ങനെ പറഞ്ഞത്? വന്നിട്ട് ഇതുവരെ ഒന്നും മിണ്ടാൻ പോലും തോന്നിയില്ലല്ലോ. ഓ, അതാണോ? അതിന് ഞാൻ ഇവിടെ തന്നെ ഇല്ലേ കുറച്ചു ദിവസം. വൈകിട്ടെങ്കിലും മീൻ കിട്ടിയില്ലെങ്കിൽ ഉണ്ണിയുടെ അച്ഛൻ ഇരിക്കപ്രതി ഉണ്ടാവില്ല. വീട്ടിൽ കറക്കാനപ്പോ ചോദിച്ചു. അപ്പൊ ഉണ്ണി പുറത്തേക്ക് ഇറങ്ങിയെന്നും പറഞ്ഞു. എന്നാ ഞാൻ കൂടെ പോട്ടെ. പിന്നെ എന്ത് പറയുന്നു ദേവസ്കുട്ടി? നമ്മളൊക്കെ എന്ത് പറയാനാ എന്റെ ഉണ്ണിയെ? കൗസുമായിട്ട് എന്താ പരിപാടി? കുറച്ചു കാലമായിട്ട് കാണുകയല്ലേ. അപ്പൊ വീട്ടിൽ വെച്ച് കണ്ടില്ലേ? പഴയ കേസല്ലേ. ഇപ്പോഴെങ്ങനെ കൗസു? ഹേയ്, ഇപ്പൊ ഭയങ്കര ഡീസന്റ് അല്ലേ? അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് പാവം അവനൊക്കെ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ കള്ളൻ. അവിടെ എങ്ങനെയാ പരിപാടിയൊക്കെ? എന്ത് പരിപാടി? അവിടെ ഈ റെഡ് സ്ട്രീറ്റ് ഉണ്ടെന്നോ? അത് ഈ ബോംബെയിലും നിൽക്കട്ടല്ലോ ഒക്കെ അല്ലേ. അപ്പൊ ഉണ്ണി എവിടെയാ? ഞാൻ റാഞ്ചില്ല. അവിടെ ഒന്നും ഒരു പരിപാടിയില്ലേ? അവിടെ ഒന്നും ഒരു പരിപാടി ഇല്ല എന്റെ ദേവസ്കുട്ടി. എന്ത് കഷ്ടം നോക്കി. ഞാനേ നല്ല നല്ല സാധനങ്ങൾ വാങ്ങി വായിക്കാറുണ്ട്. അതിനാ എനിക്ക് ഈ റെഡ് സീറ്റും മറ്റതൊക്കെ പിടികിട്ടിയത്. നോക്കി, ബ്ലോക്കുള്ളതാ കാണാം. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ എന്റെ വീട്ടിലുണ്ട്. ഇത് ഭയങ്കര വിശക. വീടുണ്ടോ? നമുക്ക് ഓരോ ഗ്ലാസ് കാച്ചണ്ടേ? ഇന്ന് വേണ്ട. അച്ഛന്റെ അമ്മയുടെയും കണ്ണ് എങ്ങനെയും വെട്ടിക്കാം. വീട്ടിലൊരു പുതിയ പെണ്ണ് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കായിരുന്നത് ആ കുട്ടി ഏതാ? നമ്മുടെ ബന്ധത്തിൽപ്പെട്ട കുട്ടിയാ. ആ കുട്ടിയുടെ അടുത്തൊക്കെ ഞാൻ ഭയങ്കര ഡീസന്റ് ആട്ടോ. ആ വാര്യത്തൊരു പുതിയ കുട്ടി ശമ്പളത്തിന് വന്നിട്ടുണ്ട്. വെളുപ്പിന് 5 മണിക്കാ ഞാൻ കറക്കാൻ ചെല്ലല്. പാത്രം എടുത്തു തരാം അവളാ. അടുത്ത ശനിയാഴ്ച ഞാൻ അവളെ ഞാൻ ഇറങ്ങാണ് കേട്ടോ. ദേ, ഒരു കാര്യം, രാത്രി കിടക്കുമ്പോഴേ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട കേട്ടോ. അധികം തുള്ളിയാലേ വല്ലതും കിട്ടും. അവസാനം അവര് കൈമലർത്തും. എന്റെ കഥ അറിയാലോ മോൾക്ക്. കാലായിട്ട് ഇന്നാ ഒന്ന് മനസ്സിൽ പിടിച്ചുണ്ടത്. പിന്നെ ഇത്ര നാളും പട്ടിണി കിടക്കായിരുന്നു കേട്ടോ ഉണ്ണി. നിന്റെ അച്ഛൻ ഈ പുഴുത്തതും നാറിയതും എന്തെങ്കിലും വേണം. ഞാനിവിടെ കേറ്റാൻ സമ്മതിക്കില്ല. നിന്റെ അമ്മയുടെ ആയുർവേദം ആര് തിന്നാനടാ? ആ, ഇതാ ഇവിടത്തെ ഒരു ശല്യം. അമ്മണിക്കുട്ടി ആ വിളക്കൊന്ന് വളർത്തിക്കൊണ്ടിരും. ആ, അവള് കൊറേ കൊളുത്തും. ദേ, പെണ്ണെന്റെ കോന്തലെ തൂങ്ങി. ഇവക്ക് അത്ര പേടിയാ? ആവൂ, പിന്നെ എന്ത് പറ്റിയാവോ? സൂര്യനൊന്ന് മറിഞ്ഞ പിന്നെ പെണ്ണെന്റെ പിന്നാലെയാ. പറഞ്ഞോണം പകല് കണ്ട ചെടിയൊന്നും കാണാനില്ലല്ലോ. അപ്പൊ അമ്മ പറഞ്ഞത് നേരാ അല്ലേ?
ഉണ്ണി ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വേഗം കിടന്നുറങ്ങാൻ നോക്ക്. മോളെ, ഇതൊക്കെ എടുത്തു വെച്ച് നീ ഊണ് കഴിച്ച് കിടന്നു. ഞങ്ങളും കിടക്കാൻ പോവാ. വേണ്ട അവിടെ ഇരുന്നു. ഞാൻ തീപ്പെട്ടി നോക്കി വന്നതാ.